മൈക്രോസോഫ്റ്റ് റീകോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചർ ഇറക്കി, അത് അറിയില്ലേ? പലതരത്തിലുള്ള ഒരു ബാഡ് ഒപ്പീനിയൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എലോൺ മസ്ക് ആണെങ്കിലും ബ്ലാക്ക് മിറർ, അങ്ങനെ ബ്ലാക്ക് മിററിന്റെ എപ്പിസോഡിനെ വെച്ചിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. അതൊക്കെ സേഫ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. എൽസ്യൂട്ടിന്റെ ഒരു കസ്റ്റമറിന് എത്രത്തോളം സേഫ്റ്റിയാണ് ശരിക്കും നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ഇൻഡസ്ട്രിയിൽ ഏറ്റവും കോംപ്ലൈൻ്റ് ആയിട്ട് എൻക്രിപ്ഷൻ ചെയ്തിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എങ്ങനെയൊക്കെ ആൾക്കാരുടെ ഡാറ്റ അവർക്ക് മാത്രം കിട്ടുന്ന പോലെ ചെയ്യാമെന്നുള്ള ഒരു പ്രോസസ്സിലൂടെ നമ്മൾ പോകുന്നത്. നമ്മളെ കസ്റ്റമർ ബേസിൽ അബുദാബി ഗവൺമെൻറ്റിൻ്റെ ഒരു സബ് ഡിവിഷൻ നമ്മൾ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. സോ ഇങ്ങനത്തെയൊക്കെ പ്ലേസിൽ നമ്മൾ സെൽഫ് ഹോസ്റ്റ് ചെയ്യുന്ന കുറേ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടേതായ ക്ലൗഡിലും കാര്യങ്ങൾക്ക് ഇത് ഹോസ്റ്റ് ചെയ്യാന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ എത്രത്തോളം എൻക്രിപ്ഷൻ വേണോ അത്രത്തോളം എൻക്രിപ്റ്റഡ് ആയിട്ട് ഫിഗർ ഔട്ട് ചെയ്യാനാണ് ഞാൻ റെഡി ആവുന്നത്. നിങ്ങളൊരു ജിമെയിലിനൊക്കെ എങ്ങനെ ട്രസ്റ്റ് ചെയ്യുന്നു ആ ലെവൽ ട്രസ്റ്റ് ഇതിലേക്ക് ഇടാം എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഈവൻ ദോ ഞാൻ പറഞ്ഞല്ലോ നത്തിങ് ഈസ് എവർ ലോക്ക്ഡ് എന്ന് പറയുന്ന പോലെ ഞാൻ ഡേ ബൈ ഡേ സെക്യൂരിറ്റി ആംഗിളിൽ കുറേ അധികം അഡ്വാൻസ്മെൻറ്റ് വരുന്നുണ്ട്. നമ്മൾ ആക്റ്റീവിൽ അതിൻ്റെ മുകളിൽ ഇൻവെസ്റ്റും ചെയ്യുന്നുണ്ട്.